കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ മൈസൂർ പാക്ക് ഉണ്ടാക്കിയ സമയത്തെ നല്ല ഹാർഡായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്, പാറ പോലെ കട്ടിണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മൈസൂർ പാക്ക് ഉണ്ടാക്കിയപ്പോൾ അതാ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഹോളോട് കൂടിയിട്ടുള്ള അധികം ഉറപ്പൊന്നും ഇല്ലാത്തൊരു മൈസൂർ പാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു രീതിയിലുള്ള മൈസൂർ പാക്ക് അല്ലായിരുന്നു എന്ന് മാത്രം, ഈ ഒരു രീതിയിലുള്ളതായി പോയതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മൈസൂർ പാക്ക് നമ്മൾ ശരവണ ഭവൻ എന്നൊക്കെ കിട്ടും, അതുപോലെ ശ്രീകൃഷ്ണ സ്വീറ്റിൻ്റെ ഒക്കെ മൈസൂർ പാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ഹോളൊന്നും ഇല്ലാതെ കട്ടയായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മൈസൂർ പാക്ക്, അതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അതാവാത്തത് കാരണം ഈ ഒരു രീതിയിലേക്ക് ഇതിനെ എത്തിച്ചു എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതും സക്സസ് ആണ്, ഫെയിൽഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കും ആ ഒരു രീതിക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വഴിയെ പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. എന്നാലുള്ള ഒരു പച്ച ടേസ്റ്റ്, കടലമാവിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞൊന്നും പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഒക്കെ ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഈ കടലമാവ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ, അല്ലാതെ കുറേ നേരം ഒന്നും വറുത്തെടുക്കേണ്ട. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ, അങ്ങനെ ആയാലും ഇത് കരിഞ്ഞു പോവും ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അത് നമ്മൾ തയ്യാറാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സ്ക്വയർ ആയിട്ടുള്ള അലുമിനിയത്തിൻ്റെ. ഗ്ലാസിൻ്റെ മോൾഡ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ റൗണ്ടിലുള്ള, അതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏത് പാത്രമായാലും ഇതുപോലെ ആദ്യം ഒന്ന് ചെയ്ത് വെച്ചാൽ മതി, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇതിലേക്ക് മാറ്റാമല്ലോ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് നെയ്യ് വേണം, മെൽറ്റാക്കി എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ 1.5 കപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒരു 3/4 കപ്പ് നെയ്യ് ഞാനിതാ ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കടലമാവുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി എടുക്കാം കേട്ടോ, ഓയിൽ പകുതിയും നെയ്യ് പകുതിയും അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു നെയ്യ് മൈസൂർ പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീകൃഷ്ണ സ്വീറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത്യാവശ്യം നല്ല വില കൂടിയിട്ടുള്ള ഒരു മൈസൂർ പാക്കാണ് കേട്ടോ. നല്ല അലിഞ്ഞു പോകുന്ന വായിൽ അലിഞ്ഞു പോകുന്ന ആ ഒരു മൈസൂർ പാക്ക്, അതിൽ ഗീ മാത്രമാണ് ചേർക്കുക. ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു മൈസൂർ പാക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നിലേക്ക് വരിക. അപ്പോൾ ആ ഒരു മൈസൂർ പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1.5 കപ്പും നെയ്യ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോളുള്ള മൈസൂർ പാക്കിന് വേണമെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി ഓയിലും അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ സംഭവബഹുലമായിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മെഷർമെൻ്റ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും. അതുപോലെ നല്ല ശ്രദ്ധിച്ചിട്ടും വേണം ചെയ്യാൻ, കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇതാകെ പണി പാളും കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാരൊക്കെ കംപ്ലീറ്റ് ഉരുകി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊരു കമ്പിനൂൽ പരുവം ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ 2 പ്രാവശ്യം ഉണ്ടാക്കി ഫെയിൽഡ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയത് പഞ്ചസാര പാനി കട്ടി കൂടിയിട്ടാവാം മൈസൂർ പാക്ക് ഉറപ്പായതെന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയപ്പോൾ അധികം ഉറപ്പൊന്നും ഇല്ലാതെ കിട്ടിയല്ലോ, അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോഴും അതുപോലെ പാനിയാക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ആ ഒരു കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും അടുപ്പത്ത് വെച്ചിട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിൽ നിന്ന് ആ ഒരു നൂൽപ്പരുവം ആവുന്ന ആ ഒരു സമയത്ത് തന്നെ, നൂൽപ്പരുവം ഒരുപാട് അങ്ങ് ആവാൻ നിൽക്കരുത് കേട്ടോ. അത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ കടലമാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കടലമാവും നെയ്യും കൂടെ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ പഞ്ചസാര പാനിയും ഈ ഒരു മിക്സും കൂടെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. ഈ ഒരു നെയ്യും ഇത് കടലമാവിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് ഒന്ന് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വരണം. ആ ഒരു യോജിച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ 3/4 കപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി നെയ്യ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/4 കപ്പ് വീതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക, വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ട് ഒരു 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു നെയ്യൊക്കെ ഇതിലേക്ക് വീണ്ടും ഇങ്ങനെ അബ്സോർബ് ആയിട്ട് വരും. ആ ഒരു സമയത്ത് വീണ്ടും നമുക്ക് ഒരു 1/4 കപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക.
വീണ്ടും ഇളക്കി കൊടുത്ത് 1 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വീണ്ടും നെയ്യ് അബ്സോർബ് ആവും. എന്നിട്ട് നമുക്ക് ലാസ്റ്റിട്ട് ആ ഒരു 1/4 കപ്പ് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഒരു 2 മിനിറ്റൊക്കെ, 1 മിനിറ്റ് എന്നുള്ളത് ഒരു 2 മിനിറ്റിലേക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു രീതിയിലുള്ള മൈസൂർ പാക്കിൻ്റെതാണ് കേട്ടോ. അതായത് നമ്മൾ പൊടി നേരിട്ട് ഷുഗർ സിറപ്പിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മൈസൂർ പാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ രീതിയിലാണ് ചെയ്യുക, ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതായത് ഒരു നിറഞ്ഞ് പതഞ്ഞ് പൊങ്ങുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ആ ഒരു രീതിക്ക് നമ്മുടെ മാവ് വന്നാലാണ് നമുക്ക് ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു ഹോള് പോലുള്ള മൈസൂർ പാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലാസ്റ്റ് ബാച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം മുപ്പിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ പതഞ്ഞ് വന്ന് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ മോൾഡിലേക്ക് മാറ്റി. അപ്പോൾ കുറച്ചൊരു ധൃതി പിടിച്ചിട്ട് മാറ്റിയതാണ്. കാരണം ആ ഒരു ഹോളുള്ള മൈസൂർ പാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു മൈസൂർ പാക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് മാറ്റിയത്. പക്ഷേ ഇത് മോൾഡിൽ ഒഴിച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ചൂടാറി വന്നപ്പോൾ എനിക്ക് ആ ഒരു രീതിയിലുള്ള മൈസൂർ പാക്ക് കിട്ടിയില്ല. ഒരു അലിഞ്ഞു പോകുന്ന ആ ഒരു തരത്തിലേക്കാണ് കേട്ടോ അത് വന്നത്. ഒരു ഹലുവൻ്റെ ഒക്കെ പോലെയാണ് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതായത് ഇങ്ങനെ നന്നായിട്ട് മേലേക്ക് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലേക്ക് ഇതിനെ മൂപ്പിച്ചെടുത്തിട്ട് വീണ്ടും മോൾഡിൽ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള മൈസൂർ പാക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റായിട്ടോ. അപ്പോൾ സെറ്റായി വന്ന് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കൊടുക്കാനിങ്ങനെ ഒരു വരയും കൂടെ ഇട്ട് കൊടുത്തതായിരുന്നു. കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വര ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്കുള്ള മൈസൂർ പാക്ക് എന്നാലുള്ള നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മൈസൂർ പാക്കാണ് ഉദ്ദേശിച്ചുണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം ഈ ഒരു രീതിക്കുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കും കിട്ടിയില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉദ്ദേശിച്ച രീതിയിലുള്ള മൈസൂർ പാക്ക് ഈ പ്രാവശ്യം കിട്ടി. അപ്പോൾ ഒട്ടും തന്നെ നമുക്കത് കളയേണ്ടിയൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു മൈസൂർ പാക്കിലേക്ക് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക സാധാരണയായിട്ട്. അപ്പോൾ ഞാനിതിൽ നെയ്യ് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല മൈസൂർ പാക്ക് നമുക്ക് കിട്ടുള്ളൂ. 2 പ്രാവശ്യം ഫെയിൽഡ് ആയിട്ടുള്ള ആ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്